നമസ്കാരം. ഒക്ടോബർ ആദ്യവാരത്തെ മലയാളം റിലീസുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അനസ് കടലുണ്ടിയുടെ സംവിധാനത്തിൽ അൽതാഫ് സലീം കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഹാസ്യ ചിത്രമാണ് മന്മഥൻ. ഒക്ടോബർ 6-ന് റിലീസിനെത്തുന്ന സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അനീസ് കടലുണ്ടിയും ഡാനിയസ് യാർമിലുമാണ്. ഹൊത്താരു ഫിലിംസിന്റെയും കെല്ലി ഗ്യാങ് ഫിലിം ഫാക്ടറിയുടെയും ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഡാരിയസും സുജിത് കെ.എസുമാണ്. യുക്തിരാജ് വി ഛായാഗ്രാഹകനായും വിനയൻ എം ജെ എഡിറ്ററായും എത്തുന്ന ചിത്രത്തിന്റെ സംഗീതം ബിബിൻ അശോകും ജുബൈർ മുഹമ്മദും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു. 2022-ൽ പുറത്തിറങ്ങിയ കാന്താരയുടെ വിജയത്തിനു ശേഷം സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതിന്റെ പ്രീക്വലായ കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 ഒക്ടോബർ 2-ന് തിയേറ്ററുകളിലെത്തുന്നു. ഹൊമ്പാല ഫിലിംസിന്റെ നിർമ്മാണത്തിൽ ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി എന്നീ ഭാഷകളിലാണ് റിലീസിനൊരുങ്ങുന്നത്. രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തേക്കാൾ 3 ഇരട്ടി ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. നിരുത് മഹേഷ്, ഷാനിൽ ഗുരു എന്നിവരാണ് സഹ എഴുത്തുകാർ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസുമാണ് കേരളത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. രാജ്യമൊട്ടാകെ 7000 സ്ക്രീനുകളിൽ കാന്താര സിനിമ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രിയ താരമായി മാറിയ ഷറഫുദ്ദീൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 10-ന് റിലീസിനെത്തുന്നു. തെന്നിന്ത്യൻ സിനിമാ നടി അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത്. ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രണീഷ് വിജയനാണ്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രണീഷ് വിജയനും ജയകൃഷ്ണനും ചേർന്നാണ്. ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായിക്കും സംഗീതം രാജേഷ് മുരുകേശനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ചിരിക്കുന്നത്.